ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اهتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിവന്ദ്യരായ പ്രസിഡന്റ് റയീസുൽ ഉലമ ഉസ്താദ് അവറുകൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, ഞങ്ങളെപ്പോലുള്ള പതിനായിരക്കണക്കിന് വ്യക്തികളുടെ ഗുരുവര്യർ, ഇന്ത്യയിലും പുറത്തും എല്ലാം പ്രശസ്തവും സ്നേഹസമ്പൂർണവുമായി എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ശൈഖുന ഉസ്താദ് അവറുകൾ ഈ യാത്രയിൽ തുടക്കം മുതലേ ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടുവരുന്ന ബഹുവന്യരായ സയ്യിദ് അലി ബാഫഖ് തങ്ങൾ, സമസ്തയുടെ വൈസ് പ്രസിഡന്റ്, സമസ്തയുടെ സെക്രട്ടറിമാരിൽ പ്രഗത്ഭരും സയ്യിദുമായ ഈ ജാഥയുടെ നായകർ, സഹനായകരായി വരുന്ന സയ്യിദ് ബദർ സാദാത്ത് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, മറ്റ് ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, നേതാക്കൾ, പ്രവർത്തകർ, സുഹൃത്തുക്കൾ, വളരെ നീണ്ട ഒരു യാത്ര, ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത യാത്ര. ആ യാത്ര നടന്ന ഒരു രാവിൽ ലൈലത്തുൽ ഇസ്റാ, ആ രാവിൽ നമ്മുടെ സമാപനം ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ഇസ്ലാം സമാധാനം, വിധേയത്വം, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം തന്നെ. മുസ്ലിം സമാധാനി, വിധേയപ്പെടുന്നവൻ, അങ്ങനെയാണ് ആ വാക്കിന്റെ സാരം തന്നെ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ അൽ ഇസ്ലാം. ഇസ്ലാമിൽ ആരെയും നിർബന്ധിക്കൽ ഇല്ല. അഫ അൻത തുക്രിഹു നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ, നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസം സ്വീകരിക്കാൻ മനുഷ്യരെ, ജനങ്ങളെ നിർബന്ധിക്കുകയോ? അങ്ങനെ ഒരു നിർബന്ധിക്കൽ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വമേധയാ പഠിക്കാനും അറിയാനും സന്നദ്ധരായി ഇസ്ലാമിനെ സ്വീകരിക്കുന്നവർക്ക് എല്ലാവർക്കും എപ്പോഴും സ്വാഗതമാണ്. മുസ്ലിങ്ങൾ അവർ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഇസ്ലാം
അതിനെ സംബന്ധിച്ചുള്ള ധാരണ പിശകുകൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോവുക. നമ്മുടെ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ ആശയവുമായി വന്ന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ഇവിടെ വന്ന് ഗംഭീര പ്രസംഗം നടത്തിയതല്ല. അവരിവിടെ വന്ന് മറ്റെന്തെങ്കിലും ഭൗതികമായ പ്രവർത്തനം നടത്തിയതല്ല. അവർ ഇസ്ലാം എന്താണെന്ന് ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചു തന്നു. ആ മഹാന്മാർ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യുന്നു. അവർ വെള്ളം ഊതിക്കൊടുക്കുമ്പോൾ, മന്ത്രിച്ചു കൊടുക്കുമ്പോൾ വിഷം ഇറങ്ങുന്നു. അവർ സർവമതക്കാർക്കും മതമില്ലാത്തവർക്കും എല്ലാവർക്കും സൗഹൃദവും സ്നേഹവും സഹനവും പഠിപ്പിക്കുന്നു. അങ്ങനെ വെറുപ്പില്ലാത്ത, ശത്രുതയില്ലാത്ത ഏറ്റവും നല്ല സുന്ദരമായ ജീവിതം ഖുർആൻ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. പിശാചിന്റെ ആശയമാണ് മനുഷ്യർക്കിടയിൽ വെറുപ്പുണ്ടാക്കുക, മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാക്കുക. അത് പിശാചിന്റെ ആശയമാണ്. ലോകസത്താവിന്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും, എല്ലാ ജീവികളും. അവകൾക്കെല്ലാം ഓക്സിജനും ഭക്ഷണവും വെള്ളവും ആവശ്യമുള്ളതെല്ലാം നൽകി പോറ്റുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിയെയും ഒരു വ്യക്തിയെയും അവരോട് ശത്രുത വെക്കുന്നതോ അവരെ ആക്രമിക്കുന്നതോ ലോകസത്താവ് ഇഷ്ടപ്പെടുന്നില്ല. അവന്റെ സൃഷ്ടികളെ ആക്രമിക്കരുത്. അക്രമികൾക്ക് സഹായികളില്ല. മറിച്ച് എപ്പോഴും മനുഷ്യൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനായി ജീവിക്കണം. അതാണ് ഖുർആനിന്റെ ആശയം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം. ഇസ്ലാമിൽ തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ വർഗീയവാദത്തിനോ അക്രമത്തിനോ അനീതിക്കോ അഴിമതിക്കോ ഇടമില്ല. ആ പരിശുദ്ധ ഇസ്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം കാര്യം മാത്രം നോക്കാതെ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തു പറഞ്ഞു, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവില്ല, ഹത്താ യൗമറ ജാറുഹു ബവായിഖ, അവന്റെ തൊട്ടടുത്തുള്ളവർ, അതേ അവന്റെ പരിസരത്തുള്ള 160ഓളം വീട്ടുകാർ, അതേപോലെ തൊട്ടടുത്തുള്ള രാഷ്ട്രക്കാർ, തൊട്ടടുത്തുള്ള ജനങ്ങൾ, അങ്ങനെ അടുത്തുള്ളവർക്കാർക്കും അവനെ കൊണ്ടൊരു ശല്യമുണ്ടാവുകയില്ല എന്ന് ബോധ്യപ്പെടാതെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവില്ല. അവര് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവൻ, അതാണ് മുസ്ലിം. സുഹൃത്തുക്കളെ, ആ ഇസ്ലാം, അതിനെ ചില ആളുകൾ പരിശുദ്ധ ഖുർആൻ ഓതി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചിലയിടങ്ങളിൽ വളരെ ചുരുക്കമാണെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അത് സഹാബികളുടെ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാരാണ് സഹാബികൾ. ആ സഹാബികളെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്, കദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ്, സർവ മനുഷ്യർക്കും സത്യസാക്ഷികളായി ജീവിക്കുന്നവരാണ് നിങ്ങൾ, എല്ലാവർക്കും നിങ്ങളിൽ മാതൃകയാണ്. ആ സഹാബികളെ സംബന്ധിച്ച് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സഹാബികൾ, അവർ ഒരിക്കലും തന്നെ അവരെയും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അല്ലാഹു കൈയൊഴിക്കുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ തന്നെ കൂട്ടിപ്പറയുകയാണ് ഖുർആൻ അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികളെ. ആ മഹാന്മാരായ സഹാബികൾ
അവരാണ് യഥാർത്ഥത്തിൽ ശരിയായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഈ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളിലെ ഏറ്റവും പ്രഥമരായ മഹാന്മാർ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യരിലേക്ക് വന്ന, മനുഷ്യർക്ക് വേണ്ടി വന്ന അതേ സമുദായങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ സഹാബികളെ അങ്ങനെയാണ് പ്രകീർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അവരുടെ സവിശേഷതയാണ് അതേ, അതുപോലെ അവരെ പിന്തുടരുന്നവരുടെയും സവിശേഷതയാണ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കും, എപ്പോഴും തെറ്റായ കാര്യങ്ങൾ വിരോധിച്ചു കൊണ്ടിരിക്കും. വതൂമിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യും. ഈ സഹാബികൾ, അവരെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം എന്തായിരിക്കണം? അജ്മഅ അലൈഹി അഹ്ലുസ് സുന്നതി വൽ ജമാഅ. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സവായിഖുൽ മുഹീത്തയിൽ പറയുകയാണ്, എല്ലാ മുസ്ലിമീങ്ങളും അഥവാ അഹ്ലുസ് സുന്നതി വൽ ജമാഅ. എന്താണ് ഈ അഹ്ലുസ് സുന്നതി വൽ ജമാഅ എന്നതിന്റെ അർത്ഥം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം അംഗീകരിക്കുന്നവർ. അതേ വൽ ജമാഅ, സഹാബികളാവുന്ന പ്രഥമ മുസ്ലിമീങ്ങൾ, അവര് പഠിപ്പിച്ച ആശയം അംഗീകരിക്കുന്നവർ. കാരണം പരിശുദ്ധ ഖുർആൻ ഗ്രഹിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഖുർആൻ നബിതങ്ങൾ വിവരിച്ചു കൊടുത്തത് അവിടുത്തെ ശിഷ്യന്മാർക്കാണ്. അതുകൊണ്ട് തന്നെ നബിതങ്ങളെയും സഹാബത്തിനെയും അംഗീകരിക്കാതെ ഒരാൾക്ക് ഖുർആൻ പിന്തുടരാൻ സാധ്യമല്ല. അതിനാൽ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് വെച്ച പേരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, നബിതങ്ങളെയും സഹാബത്തിനെയും അംഗീകരിക്കുന്നവർ. മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയണം, ആ സഹാബത്ത് ബിഇസ്ബാത്ത് ബിതസ്കിയതി ജമീഇ സഹാബ, എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിം, സർവ മുസ്ലിമിനും നിർബന്ധമാണ് തസ്കിയതു ജമീഇ സഹാബ, സർവ സഹാബികളും സംശുദ്ധരാണെന്ന് വിശ്വസിക്കണം, അത് പ്രഖ്യാപിക്കണം. ബിഇസ്ബാത്തിൽ അദാലതി ലഹും, അവരിൽ ആരും മോശക്കാരില്ല. അതേ വൽ കഫി അനിൽ തഅനി ഫീഹിം, അതിൽ ഒരു സഹാബിയെയും ആക്ഷേപിക്കാൻ പാടില്ല. മാത്രം പോരാ, അവരെ എപ്പോഴും അവരെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ നിരവധി ആയത്തുകളിൽ ആ സഹാബികളെ പുകഴ്ത്തി പറഞ്ഞത് കാണാം. അതിൽപ്പെട്ട 1-2 ആയത്തുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ സഹാബത്തിനെ പിന്തുടരുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. സഹാബത്തിന്റെ വിശ്വാസം എന്തായിരുന്നു? അവർ ഏത് പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുന്നു. കാരണം ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്ന ആളാണല്ലോ നേതാവ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് മഴയില്ലാത്ത സമയത്ത് അവർ വരുന്നു, നബി തങ്ങളോട് വേവലാതിപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ വാങ്ങിക്കൊടുക്കുന്നു. ചിലപ്പോൾ വാങ്ങിക്കൊടുക്കൽ മാത്രമല്ല, ചോദിച്ച് വാങ്ങിക്കൊടുക്കൽ മാത്രമല്ല, മറിച്ച് അവിടുത്തെ കൈയിന്റെ വിരൽ പാത്രത്തിൽ വെക്കുന്നു, കൈവരിലൂടെ ശുദ്ധജലം നിർഗളിക്കുന്നു. ആയിരക്കണക്കിന് സഹാബികൾ ഇത് ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെ എത്ര ഹദീസുകളാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന നേതാവ്, ആ നേതാവ് അന്ത്യനാൾ വരെയുള്ളവർക്ക് നേതാവാണ്. അതുകൊണ്ട് തന്നെ സർവ മുസ്ലിമീങ്ങളും ഒരു ദിവസം ചുരുങ്ങിയത് 5 സമയത്ത് ആ നേതാവിനെ വിളിക്കുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഒരിക്കലും തന്നെ മുസ്ലിമീങ്ങൾ അതേ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞതോടുകൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി ഒന്നിനും കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ. അവിടുത്തെ സ്ഥാനത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ദിനേന സ്ഥാനം വർദ്ധിക്കുന്നു എന്നാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഏത് രാജ്യത്തുള്ള മുസ്ലിമും എത്ര ദൂരെ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നു.
ഒരേ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വിളിക്കുന്നു, വിവിധ സ്ഥലങ്ങളിൽ വിളിക്കുന്നു. അവരുടെ എല്ലാം സലാം ഞാൻ മടക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതൊരു സാധാരണ നേതാവല്ല, സാധാരണ നബിയല്ല, സാധാരണ റസൂലല്ല. അവിടെ എന്തുകൊണ്ടും അസാധാരണക്കാരനാണ് എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും നേതാവാണ്. കാരണം എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ച നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹം, ആദരവ്, അതേ അതില്ലാത്തവൻ മുസ്ലിം ആകുന്നില്ല. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഏറ്റവും കൂടുതൽ ഒരു മുസ്ലിമായ മനുഷ്യൻ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ, അല്ലാഹുവിന്റെ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെ ആയിരിക്കണം, എന്നാലേ നിങ്ങളിൽ ഒരാൾ മുസ്ലിം ആകൂ. അവിടുന്ന് സത്യം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഖുർആനിനെയും അംഗീകരിക്കുന്നവർ, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇജ്മാഇ ഖിയാസിനും ആധാരം. അതിലേക്ക് ഇപ്പോൾ ഞാൻ വിശദമായി കടക്കുന്നില്ല. അതുകൊണ്ടാണ് കിതാബും സുന്നത്തും സ്വീകരിക്കുക. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പിഴച്ചു പോകൂല, നിങ്ങൾ ഖുർആനും എന്റെ ചര്യയും മുറുകെ പിടിക്കണം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.